ഏറ്റവും പ്രധാനപ്പെട്ട 25 ക്രിമിനൽ നിയമങ്ങൾ. ഒന്ന്, ഭാരതീയ ന്യായ സംഹിത അഥവാ ആദ്യമുണ്ടായിരുന്ന ഇന്ത്യൻ പീനൽ കോഡിൻ്റെ പരിഷ്കരിച്ച രൂപം. 2, BNNS അഥവാ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, മുൻപുണ്ടായിരുന്ന ക്രിമിനൽ പ്രൊസീജിയർ കോഡിൻ്റെ പരിഷ്കരിച്ച രൂപം. 3, ഭാരതീയ സാക്ഷ്യ അധിനിയം അഥവാ മുൻപുണ്ടായിരുന്ന ഇന്ത്യൻ പീനൽ കോഡിൻ്റെ പരിഷ്കരിച്ച രൂപം. 4, അബ്കാരി ആക്ട്, മദ്യത്തെ സംബന്ധിക്കുന്ന നിയമം. 5, മയക്കുമരുന്നുകളെ സംബന്ധിക്കുന്ന നിയമം അഥവാ NDPS ആക്ട്. 6, കാപ്പ ആക്ട്. കാപ്പ ആക്ട് എന്ന് പറഞ്ഞാൽ സാമൂഹിക വിരുദ്ധർക്ക് എതിരെ നടപടികൾ എടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള നിയമം. 7 എന്ന് പറയുന്നത് ഡൗറി പ്രൊഹിബിഷൻ ആക്ടാണ്. സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും കുറ്റകരമാക്കുന്ന രീതിയിലുള്ള നിയമം, ഡൗറി പ്രൊഹിബിഷൻ ആക്ട്. 8 എന്ന് പറയുന്നത് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട്, അതായത് മരുന്ന് നിർമ്മാണവും അവയുടെ വിതരണവുമായി ബന്ധപ്പെട്ട് വരുന്ന കുറ്റകൃത്യങ്ങൾ. 9, ആംസ് ആക്ട്, ആയുധങ്ങൾ കൈവശം വയ്ക്കുന്നതും അവ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന നിയമങ്ങൾ. 10, എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട്, സ്ഫോടക വസ്തുക്കൾ കൈവശം വയ്ക്കുന്നതും അവ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന നിയമങ്ങൾ. 11, കേരള ഫോറസ്റ്റ് ആക്ട്, വനഭൂമിയെ പ്രവേശിക്കുകയോ അതിൽ നിന്ന് മരങ്ങൾ മുറിക്കുകയോ മറ്റോ എല്ലാം ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള നിയമം, അത് കുറ്റകരമാക്കുന്ന നിയമം. 12, ഫുഡ് അഡൾട്രേഷൻ ആക്ട്, ഭക്ഷണത്തിൽ കൃത്രിമം കാണിക്കാതിരിക്കാൻ വേണ്ടി രൂപീകരിച്ചിട്ടുള്ള നിയമമാണ് ഫുഡ് അഡൾട്രേഷൻ ആക്ട് എന്ന് പറയുന്നത്. 13, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട്, അതായത് ചെക്ക് കൊടുക്കുക, പ്രോനോട്ടുകൾ കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളെയെല്ലാം മതിയായ സംഖ്യയില്ലാതെ ചെക്കുകൾ കൊടുക്കുകയും മറ്റുമെല്ലാം ചെയ്യുന്നത് കുറ്റകരമാക്കുന്ന ഒന്നാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് എന്ന് പറയുന്നത്. 19, പോലീസ് ആക്ട്. പോലീസ് ആക്ട് എന്ന് പറയുന്നത് കേരളത്തിലെ പോലീസിന് സുഗമമായി പ്രവർത്തിക്കാൻ വേണ്ടുന്ന അധികാര അവകാശങ്ങൾ കൊടുക്കുന്ന ഒന്നാണ് പോലീസ് ആക്ട്. അടുത്തത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് എന്ന് പറഞ്ഞാൽ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ശ്രമങ്ങൾ തടയുന്നതിന് വേണ്ടിയുള്ള നിയമം. അടുത്തതായി പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട്, അഴിമതി നിരോധിക്കുന്നതിന് വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ടുള്ള നിയമം, അഴിമതി ഗവൺമെൻറ് തലത്തിലുള്ള ഉദ്യോഗസ്ഥർ നടത്താതിരിക്കുന്നതിന് വേണ്ടിയുള്ള നിയമം. അടുത്തതായി പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട്. പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് എന്ന് പറഞ്ഞാൽ 18 വയസ്സാകുന്നതിന് മുൻപ് ഒരു കുട്ടി ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്ക് എങ്ങനെ പ്രത്യേക രീതിയിൽ ശിക്ഷ കൊടുക്കാം എന്നതിനെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട്. അടുത്തതായി പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, ഗാർഹിക പീഡന നിരോധന നിയമം. വിവാഹിതയായി വീട്ടിൽ വരുന്ന ഒരു ലേഡിക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ നേരിടേണ്ട ദുരിതങ്ങൾ അവസാനിപ്പിക്കുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടുള്ള